നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്ത് പ്രവാസികൾ അവരുടെ പ്രതികരണത്തിലേക്ക്. ജീവിതമാർഗം തേടി കടൽ കടന്ന് വന്നപ്പോഴും തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള വിശ്വാസം കനൽ പോലെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് പ്രവാസികൾ. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ കുവൈറ്റിലെ പ്രവാസികളിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം. നിലമ്പൂർ ആറ് കൊണ്ടുപോകും? തീർച്ചയായും എം സ്വരാജ് എന്ന് പറയാൻ കാരണം തീർച്ചയായും നിലവിലുള്ള LDF ഗവൺമെൻറ്റിൻ്റെ മൂന്നാം തുടർച്ച എന്നോണം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലമ്പൂർ ജനത അടക്കം ആഗ്രഹിക്കുന്നത് സ്വരാജിനെ പോലുള്ള ഒരാൾ നിയമസഭയിൽ എത്തുകയാണെങ്കിൽ പിണറായിയുടെ ഭരണ തുടർച്ചയ്ക്ക് ശക്തി വരും. മൂന്നാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും. അതിലൊരു സംശയവുമില്ല. നിലമ്പൂർ തീർച്ചയായും ജയിക്കേണ്ടത് എം സ്വരാജ് തന്നെയാണ്. കാരണം എം സ്വരാജിനെ സംബന്ധിച്ച് നമുക്കറിയാം, മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി വിഷയങ്ങൾക്കകത്ത് കൃത്യമായ നിലപാട് പറയാൻ വേണ്ടി കഴിയുന്ന, പാർലമെൻറ്റിനകത്ത് അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്ത് കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ എം സ്വരാജ് ജയിക്കുക എന്നുള്ളത് നാടിൻ്റെ ആവശ്യമാണ്. പ്രവാസികൾക്കുൾപ്പെടെ വലിയ നേട്ടങ്ങളാണ്. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്കകത്ത് പ്രവാസി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഡിവിഡൻഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒട്ടനവധിയായിട്ടുള്ള പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് പ്രവാസ മണ്ണിൽ പ്രവാസികൾക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നാടിൻ്റെ സ്പന്ദനം അറിയുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ എം സ്വരാജ് തന്നെയാണ് ജയിക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഷൗക്കത്ത് അലി ജയിക്കാനാണ് ചാൻസ് കൂടുതലും. പിന്നെ സ്വരാജിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. പ്രധാന കക്ഷികളായി കണ്ടിരുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. അതിനിടയിലാണ് അൻവർ ഉള്ളത്. എന്താണ് അൻവറിൻ്റെ സാധ്യത? അൻവറിൻ്റെ സാന്നിധ്യമൊന്നും പറയാൻ പറ്റത്തില്ല. അൻവറിനും ചാൻസ് ഉണ്ട്. നിലമ്പൂർ തീർച്ചയായിട്ടും ഷൗക്കത്തായിരിക്കും. കാരണം നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ നല്ല ചിട്ടയോടെ പ്രവർത്തനം ഇപ്രാവശ്യം അവിടെ നടക്കുന്നുണ്ട്. ഒരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അതിലുപരിയായിട്ട് ഷൗക്കത്ത് ജയിക്കാനാണ് ചാൻസ്. സ്വരാജിന് അത്രയും ചാൻസ് കിട്ടത്തില്ല. PV അൻവർ ഒരു കാലുവാരിയ അവസ്ഥയാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്ക് അവിടെ ഒരു സാധ്യതയില്ല. സംശയമുണ്ടോ? നമ്മുടെ ആര്യാൺ ഷൗക്കത്ത് തന്നെ വിജയിച്ചിരിക്കും. ആര്യാൺ ഷൗക്കത്ത് ആ നാട്ടുകാരനാണ്, ജനകീയനാണ്. അതുപോലെ തന്നെ നമ്മുടെ KPC പ്രസിഡന്റ് അടക്കം പറഞ്ഞിട്ടുണ്ട്, പുതിയ ടീമിൻ്റെ നല്ല രീതിയിലുള്ള ശക്തമായ ടീം വർക്ക് അവിടെ നടന്നിട്ടുണ്ട്. ഇന്നേ വരെ UDF സംവിധാനം കാണാത്ത രീതിയിലുള്ള ടീം വർക്ക് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 15,000-ൽ മുകളിൽ വോട്ടിൽ ആര്യാൺ ഷൗക്കത്ത് വിജയിച്ചിരിക്കും.